സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജനുവരി 4 തീയതി മുതൽ വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകൾ തുടർന്ന് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കോവിഡിനെ തുടർന്ന് കഴിഞ്ഞ 9 മാസത്തോളമായി കോളേജുകളിൽ ക്ലാസുകൾ നടന്നിരുന്നില്ല. ഓൺലൈനായിട്ടുള്ള ക്ലാസുകളായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത്. ഈ ഒരു സിറ്റുവേഷനാണ് ജനുവരി 4 തീയതി മുതൽ മാറ്റം വരാൻ പോകുന്നത്. സെമസ്റ്റർ അടിസ്ഥാനത്തിൽ 50% ഹാജരോടെയായിരിക്കും നാളെ മുതൽ കോളേജുകൾ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ തുറന്നു പ്രവർത്തിക്കുക. ലോ കോളേജ്, ഫൈൻ ആർട്സ് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ്, പോളിടെക്നിക് കോളേജ് തുടങ്ങിയ വിവിധ കോളേജുകൾ ജനുവരി 4 മുതൽ തുറന്നു പ്രവർത്തിക്കുന്നതാണ്. ഡിഗ്രി പ്രോഗ്രാമുകളുടെ 5-6 സെമസ്റ്ററുകളുടെയും PG പ്രോഗ്രാമുകളുടെ എല്ലാ സെമസ്റ്ററിൻ്റെയും ക്ലാസുകൾ നാളെ ആരംഭിക്കും. കേരളത്തിലെ പ്രധാന യൂണിവേഴ്സിറ്റികളായ MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, കൊച്ചിൻ സർവകലാശാല തുടങ്ങിയ എല്ലാ സർവകലാശാലകളുടെയും ക്ലാസുകൾ ജനുവരി 4 മുതൽ ആരംഭിക്കും. ക്ലാസുകളുടെ സമയക്രമവുമായി ബന്ധപ്പെട്ട് ആദ്യം തീരുമാനിച്ചിരുന്നത് രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 PM വരെ വിവിധ ഷിഫ്റ്റുകളായി ക്ലാസുകൾ ക്രമീകരിക്കാനായിരുന്നു. എന്നാൽ ഇതിനെതിരെ വിവിധ വിദ്യാർത്ഥി സംഘടനകളും അധ്യാപകരും വിമർശനം ഉയർത്തിയ സാഹചര്യത്തിൽ അതാത് കോളേജുകളിലെ പ്രിൻസിപ്പൽമാർക്ക് ക്ലാസുകളുടെ സമയക്രമം നിശ്ചയിക്കുവാനുള്ള അധികാരം നിലവിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അധ്യയന നഷ്ടം പരിഹരിക്കാനായി ശനിയാഴ്ചകളിലും ഇനി മുതൽ പ്രവൃത്തി ദിനമായിരിക്കുമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചിട്ടുണ്ട്. കൂടാതെ വിദ്യാർത്ഥികൾ കോളേജുകളിൽ എത്തിയതിനു ശേഷമുള്ള റെഗുലർ ക്ലാസ്സിനോടൊപ്പം ഓൺലൈൻ ക്ലാസുകളും കണ്ടിന്യൂ ചെയ്യാനും പറഞ്ഞിരിക്കുന്നു. കോളേജ് ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട മറ്റൊരു സുപ്രധാനമായ തീരുമാനം വിദ്യാർത്ഥികൾക്ക് ഹാജർ നിർബന്ധമല്ല എന്നതാണ്. വിദ്യാർത്ഥികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കോളേജുകളിലെത്തി റെഗുലർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താൽ മതിയാകും. അവരുടെ ഹാജർ നഷ്ടപ്പെടുന്നതായിരിക്കില്ല. ശാരീരിക അകലം പാലിക്കൽ, മാസ്ക് ധരിക്കൽ, ഇടയ്ക്കിടയ്ക്ക് കൈകൾ അണുവിമുക്തമാക്കുക തുടങ്ങിയ നടപടികൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ക്ലാസ് മുറികൾ, ലാബ്, ഹോസ്റ്റൽ തുടങ്ങിയവ കർശനമായ കോവിഡ് പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുറന്നു പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച് നാളെ മുതൽ വളരെ സേഫായി എല്ലാ കൂട്ടുകാർക്കും പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്